എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒരു നോർത്ത് ഇന്ത്യയിലെ 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി, അതിലുണ്ടായ 2 വിഷയങ്ങളാണ്. ഒരുത്തൻ്റെ 370 രൂപയുടെ ബിരിയാണിയുടെ തമാശ. അവൻ തമാശയാണെന്ന് കരുതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവനും ഇവൻ്റെ സുഹൃത്തും സുഹൃത്തും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. 370 രൂപയ്ക്ക് ഇവൻ ബിരിയാണി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചിട്ട് അവർ പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അങ്ങനെ നിന്നെ വിട്ടാൽ ശരിയാവില്ല, നിനക്ക് 370 രൂപയ്ക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചതാണ്, അത് ഞാൻ മുതലാക്കണമെന്ന്. എങ്ങനെ മുതലാക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? ഇപ്പം ഇതൊരു തമാശയാണെന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടു കൂടി അവൻ പറഞ്ഞ കാര്യങ്ങൾ ആ ചുറ്റുമുള്ള പുരുഷന്മാർ കോമരങ്ങളൊക്കെ കേട്ടിരുന്ന് ചിരിക്കുകയാണ്. ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളൊരു പെണ്ണിനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണിനെ അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു രീതിക്കുള്ള തമാശ. എത്ര വൃത്തികെട്ടൊരു മൈൻഡ് സെറ്റാണെന്ന് അറിയോ? എന്നിട്ട് ഇപ്പോൾ അവൻ്റെ ജോലിയൊക്കെ പോയിട്ട് അങ്ങനെ തമാശയായിട്ട് പറഞ്ഞവൻ്റെ ജോലിയൊക്കെ തെറിച്ചു. അവനിനി വേറെ കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് അവൻ അന്വേഷിച്ച് നോക്കട്ടെ. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അതേ ഷോയിൽ തന്നെ വളരെ സുന്ദരിയായ ഒരു ഡോക്ടർ, ഒരു പെണ്ണ്, അവൾ പറയുകയാണ്, അവൾ മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന സമയത്ത് ഡെഡ് ബോഡീസ് ഉണ്ടാവുമല്ലോ, ഈ ദാനം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും പുണ്യപ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ശരീരം തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ദാനം ചെയ്യുക എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ദാനം ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡോക്ടേഴ്സ് മുഴുവൻ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ശവശരീരങ്ങളുടെ ഓരോ അവയവങ്ങളും കീറി മുറിച്ച് പഠിച്ചിട്ട്. അപ്പോൾ അത് ഇത്രയും വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്ത ആ ബോഡിയോട്, ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ്. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞ തമാശ എന്ന് വെച്ചാൽ, ഈ കിടക്കുന്ന ബോഡിയുടെ ലൈംഗിക അവയവം വെച്ചിട്ട്, അതിൻ്റെ വലിപ്പം വെച്ചിട്ട് തമാശകൾ പറയുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ തമാശ പറയുന്ന ലോകത്തിലെ ഒരേ ഒരാൾ ആ പെൺകുട്ടി മാത്രമല്ല. ഉറപ്പായിട്ട് ഇതേപോലുള്ള ലോകത്തിലുള്ള മിക്ക മെഡിക്കൽ കോളേജിലും ഇതേപോലുള്ള ജോക്കുകൾ പറയുന്നവരായിരിക്കും. അവരത് സർവ്വസാധാരണമായിട്ട് വിചാരിച്ചിട്ട് പറയായിരിക്കും. ആ ഒരു വ്യക്തി, അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ആ ആള് ഒരു ജീവിതകാലം ജീവിച്ചതാണ്. അയാളെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ ചിന്തിച്ച് നോക്കണം. അല്ലാതെ അത് വെറും ഒരു ടൂളല്ല, അങ്ങനെ കാണരുത്. എന്നിട്ടിപ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് അറിയാതെ പറഞ്ഞതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാപ്പ് പറഞ്ഞ് വിടാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനൊക്കെ ശിക്ഷിക്കണം, തക്കതായ ശിക്ഷ കൊടുക്കണം. നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പെൺകുട്ടി തമാശയാക്കി പറഞ്ഞ കാര്യം ഒരു പുരുഷ ഡോക്ടറാണ് പറയുന്നതെങ്കിൽ, ഒരു സ്ത്രീയുടെ ശരീരം വെച്ചിട്ട് അതിൻ്റെ ലൈംഗികാവയം വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല. ഈ പെൺകുട്ടി വൈറലായതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ഈ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് വർദ്ധിച്ചു എന്ന്. എങ്ങനെയുണ്ട്? കുറേ ഞരമ്പന്മാരായിട്ടുള്ള പുരുഷ കോമരങ്ങൾ പോയിട്ട് ഫോളോ ചെയ്തു. കാണാൻ നല്ല സുന്ദരിയാണ്. നമ്മൾ പിന്നെ സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടുമല്ലോ. ഓരോരുത്തരും അവരുടെ ടാലൻറ്റ് കാണിച്ച്, കഴിവ് കാണിച്ചൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാക്കുമ്പോൾ വളരെ ഇൻഹ്യൂമൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ, ഒരു തമാശയാണെന്ന് പറഞ്ഞ ഒരു കാര്യം, അതൊരു ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വൈറലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫോളോവേഴ്സ് കൂടി. ഇതാണ് നാട്, എല്ലാവരും മാതൃകയാക്കണം. ഇതൊക്കെ ഈ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഷ്ടം, ഒന്നും പറയാനില്ല.